ഹലോ കൂട്ടുകാരെ, ഞാനൊരു കഥ പറയാം. നഗരത്തിലെ തിരക്കേറിയ ആശുപത്രിയിലെ നേഴ്സ് ആയിരുന്നു നീന. അവിടെ എത്തുന്ന ഓരോ രോഗിക്കും അവൾ ഒരു സാന്ത്വനമായിരുന്നു. നീനയുടെ ഒരു മോർണിംഗ് ഷിഫ്റ്റിലാണ് കാർ ആക്സിഡന്റിൽ ബോധമില്ലാതെ അർജുനെ അഡ്മിറ്റാക്കുന്നത്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ മാത്രം ശ്വസിക്കുന്ന ശരീരം. ദിവസങ്ങൾ കടന്നുപോയി. നീന അവനെ നന്നായി പരിചരിച്ചു. അവന്റെ BP ചെക്ക് ചെയ്യുമ്പോഴും മെഡിസിൻ നൽകുമ്പോഴും അവൾ അവന്റെ പ്രിയപ്പെട്ട പാട്ടുകൾ താഴ്ന്ന സ്വരത്തിൽ മൂളി. ആരും കേൾക്കാത്ത, ആരും കാണാത്ത ഒരു ആത്മബന്ധം അവർക്കിടയിൽ മൊട്ടിടുകയായിരുന്നു. അർജുന്റെ വിരലുകൾ ചലിച്ചു തുടങ്ങിയത് നീനയുടെ ശബ്ദം കേൾക്കുമ്പോഴാണെന്ന് ഡോക്ടർമാർ പോലും അത്ഭുതത്തോടെ തിരിച്ചറിഞ്ഞു. ആഴ്ചകൾക്ക് ശേഷം അർജുൻ കണ്ണു തുറന്നു. സംസാരിക്കാൻ പ്രയാസമുണ്ടായിരുന്നെങ്കിലും അവന്റെ കണ്ണുകൾ നീനയെ തേടി. ഒരു രാത്രിയിൽ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങാൻ നേരം നീന അവന്റെ അരികിലെത്തി. അർജുൻ പതുക്കെ അവളുടെ കയ്യിൽ പിടിച്ചു. "എന്തിനാ എന്നോട് ഇത്രയും സ്നേഹം കാണിച്ചത്?" അവന്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. നീന ഒന്ന് പുഞ്ചിരിച്ചു. ആഴ്ചകൾ കടന്നുപോയി. അർജുൻ സുഖം പ്രാപിച്ചു. ഡിസ്ചാർജ് ആയി പോകേണ്ട ദിവസം വന്നു. നീന അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നില്ല. അവൻ പോയിട്ടുണ്ടാകുമെന്ന് കരുതി പിറ്റേന്ന് ഹോസ്പിറ്റലിലെത്തിയ നീനയെ കാത്ത് റിസപ്ഷനിൽ ഒരു കവറുണ്ടായിരുന്നു. അതിൽ ഒരു ചെറിയ കുറിപ്പും ഒരു സ്റ്റെതസ്കോപ്പിന്റെ മാതൃകയിലുള്ള കീ ചെയിനും. "നീന, ഈ ആശുപത്രിയിൽ ഞാൻ കേട്ട ഏറ്റവും മനോഹരമായ സംഗീതം തന്റെ ശബ്ദമായിരുന്നു." ഹോസ്പിറ്റൽ ഇടനാഴിയിൽ നിന്ന് നീന ആ കത്ത് നെഞ്ചോട് ചേർത്തു പിടിച്ചു. കണ്ണുനീർ തുള്ളികൾ ആ കടലാസിൽ വീണു പടർന്നു. അർജുൻ ഡിസ്ചാർജ് ആയിപ്പോയിട്ട് മാസങ്ങൾ പിന്നിട്ടു. നീനയുടെ ICU ഡ്യൂട്ടികൾ പഴയതുപോലെ തുടർന്നു. അങ്ങനെ ഒരു മഴയുള്ള ഈവനിങ് ഷിഫ്റ്റ് കഴിഞ്ഞു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു നീന. പെട്ടെന്ന് ഒരു കാർ അവൾക്ക് മുന്നിൽ വന്നു നിന്നു. ഗ്ലാസ് പതുക്കെ താഴ്ന്നു. ആ മുഖം കണ്ടു നീന ഒരു നിമിഷം ഞെട്ടി. അത് അർജുനായിരുന്നു. "നീന, കയറുന്നില്ലേ? മഴ നനയും കേട്ടോ," അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വണ്ടിയിൽ ഇരിക്കുമ്പോഴും നീന ഒന്നും സംസാരിച്ചില്ല. അവളുടെ ഹൃദയം അത്രമേൽ വേഗത്തിൽ മിടിക്കുന്നുണ്ടായിരുന്നു. അർജുൻ വണ്ടി ഒരു കടൽ തീരത്തിന് അടുത്തായി നിർത്തി. തിരമാലകളുടെ ശബ്ദം മാത്രം കേൾക്കാം. "അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് എന്റെ കൈ പിടിച്ചപ്പോഴും എനിക്കായി പാട്ടുകൾ പാടി തന്നപ്പോഴും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിരുന്നു. എനിക്ക് ജീവൻ തിരിച്ചു കിട്ടുകയാണെങ്കിൽ അത് തനിക്ക് വേണ്ടിയായിരിക്കുമെന്ന്." നീന പതുക്കെ അവനെ നോക്കി. "തന്റെ പ്രാർത്ഥനയും തന്റെ ശബ്ദവുമാണ് എന്നെ ജീവിതത്തിലേക്ക് വലിച്ചു കയറ്റിയത്. എനിക്ക് തന്റെ യൂണിഫോമിനേക്കാൾ ഇഷ്ടം യൂണിഫോമിനുള്ളിലെ തന്റെ വലിയ മനസ്സിനെയാണ്." നീന ഒന്ന് പുഞ്ചിരിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അവൾ പതുക്കെ അവന്റെ ചുമലിലേക്ക് തല ചായ്ച്ചു. കൂടുതൽ കഥകൾ കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കും കമന്റ് ബോക്സിൽ അനുഭവങ്ങൾ പങ്കുവെക്കാം. ശുഭദിനം.